ഞാൻ നിങ്ങളോട് പറയുന്നു, ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല. ഒരു വിരുന്നിൻ്റെ ഉപമയിലൂടെ നമ്മോട് സംസാരിക്കുന്ന ഈശോയെയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം നിരസിക്കുന്നവർക്ക് ഒരിക്കലും അതിൽ പങ്കാളികളാകുവാൻ കഴിയുകയില്ല. വിരുന്ന് തയ്യാറായി കഴിഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ യജമാനൻ കൃത്യസമയത്ത് വീണ്ടും ക്ഷണിച്ചുവെങ്കിലും ഓരോരോ പ്രശ്നങ്ങളുടെ പേരിൽ വിരുന്നിൽ പങ്കെടുക്കാനാവാത്തവർക്ക് പകരം പാവപ്പെട്ടവരും വികലാംഗരും കുരുടരും പെരുവഴിയിലും ഇടവഴിയിലും ഉള്ളവരെല്ലാവരെയും തൻ്റെ വിരുന്നിൽ യജമാനൻ പങ്കാളികളാക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു സാർവത്രിക മാനം നൽകപ്പെടുന്ന വചനഭാഗത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ രക്ഷ സാർവത്രികമാണെങ്കിലും ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അതിന് പ്രത്യുത്തരം നൽകാത്തവർക്ക് ഈ രക്ഷാകരമായ അനുഭവം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഭൗതികമായ കാര്യങ്ങൾ നേടുന്നതിനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുറകെ ഓടി നടക്കുന്നവർക്ക് ഈശോ തരുന്ന രക്ഷയുടെ വിരുന്നിൽ പങ്കെടുക്കാനാവില്ല. നമ്മുടെ നെട്ടോട്ടങ്ങൾക്കിടയിലും ജീവിത വ്യഗ്രതകൾക്കിടയിലും ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നാം ധിക്കരിക്കുന്നവരായി തീരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിളിക്ക് കാതോർത്തുകൊണ്ട് ആ വിളിക്ക് പ്രത്യുത്തരം നൽകേണ്ടത് നമ്മുടെ കടമയാണ്. യേശുവിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കാനുള്ള ഒരു വിളി കൂടിയാണത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ പേരും പ്രശസ്തിയും മഹത്വവും പ്രഘോഷിക്കപ്പെടാനാകരുത്. മറിച്ച് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തയും ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടുന്നതിനായി നമുക്ക് രൂപാന്തരപ്പെടുത്തുവാനാകണം. സ്ഥാനമാനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും നേടിയെടുക്കാനുള്ള വ്യഗ്രതയിൽ നമുക്ക് ചുറ്റുമുള്ള ദൈവിക മൂല്യങ്ങൾക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദൈവത്തെ മറന്ന് ആത്മരക്ഷയിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണം ധിക്കരിച്ച് സഭയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും കൂദാശകളിൽ നിന്നും അകന്നു മാറുന്നവർക്ക് ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം നുകരുവാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് നാം തിരിച്ചറിയണം. ഈ സ്നേഹത്തിൽ നിന്നും ആരെയും മാറ്റി നിർത്തുവാൻ നമുക്ക് അർഹതയില്ല. ദരിദ്രരും പാവപ്പെട്ടവരും രോഗികളും അനാഥരും അങ്ങനെ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും സമ്പത്തും ഒന്നുമില്ലാത്തവരും നമ്മുടെ ജീവിതങ്ങളിൽ തുന്നിച്ചേർക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിലേക്കും സ്നേഹത്തിലേക്കും സ്വർഗീയ നന്മയിലേക്കും അവരോടൊപ്പം നാമും പങ്കാളികളായിത്തീരുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇന്നേ ദിവസം ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സ്നേഹവിരുന്ന് അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ ഓരോ നിമിഷവും അങ്ങയുടെ ക്ഷണത്തിന് കാതോർത്തുകൊണ്ട് അവയ്ക്ക് പ്രത്യുത്തരം നൽകുവാൻ ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ എന്ന്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ നവംബർ മാസത്തിൽ എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഈശോയോടൊപ്പമുള്ള നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള മക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.